ഹലോ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കാണുന്നത് പഴയ ഫിഷ് മാർക്കറ്റിൻ്റെ 1-2 ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഓയിസ്റ്റേഴ്സിനെ കുറിച്ചായിരുന്നു. ഓയിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പൊതുവേ അത് വേവിക്കാതെ റോ ആയിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ നമുക്ക് കുക്ക് ചെയ്തും കഴിക്കാം. ഈ പറഞ്ഞ സംഭവം ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കതിനെ കുറിച്ച് അറിയില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ കണ്ടോ, പല തരത്തിൽ പല രീതിയിൽ പല വലുപ്പത്തിൽ നമുക്ക് ഫിഷ് കിട്ടും, ഫ്രഷും എല്ലാം കിട്ടും. കണ്ടോ, ചെമ്മീൻ തന്നെ പല രീതിയിലും പല നിറത്തിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ പൊതുവേ മലയാളീസും പാകിസ്ഥാനികളുമാണ് ഇവിടെ മീൻ വിൽക്കാൻ നിൽക്കുന്നത്. അപ്പോൾ മലയാളീസിൻ്റെ കയ്യിൽ നിന്നാകുമ്പോൾ നമുക്ക് പേടിക്കൊന്നും വേണ്ട. കാര്യം നമുക്ക് നല്ല രീതിയിലുള്ള മീനുകളും കാര്യങ്ങളൊക്കെ അവർ തരാറുണ്ട്. പക്ഷേ മറ്റുള്ളവരോട് നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും സൂക്ഷിച്ച് വാങ്ങിക്കണം. കാര്യം ചിലപ്പം പഴയ മീനാവാം. പിന്നെ ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു പാകിസ്ഥാനി ആളോടായിരുന്നു. അത് നമ്മൾ വാങ്ങിക്കുന്ന ഒരു പർട്ടിക്കുലർ മീൻ മാത്രമാണ് കേട്ടോ, മിൽക്ക് ഫിഷ് അഥവാ പൂമീൻ എന്ന് പറയും. അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്, വെയിറ്റ് എന്ന് പറയുന്നത് 8 കിലോ തൊട്ട് 12 കിലോ വരെ വരും. അപ്പോൾ 1 കിലോയ്ക്കല്ല അതിന് വില, ഒരു പീസിനാണ് വില. 20 ദിർഹംസ് മുതൽ 35 ദിർഹംസ് വരെ വിലക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഓരോ ടൈമിനനുസരിച്ചിട്ടാണ്. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ടുള്ള മീനെ തരുവുള്ളായിരുന്നു. പക്ഷേ പുള്ളിക്കാരനെ ഇപ്പോൾ കാണാനില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ആ മീൻ വാങ്ങിക്കാറുമില്ല. ഇപ്പോൾ അതുമല്ല, ഇപ്പോൾ കണ്ടിട്ട് കുറച്ചുമായി മിൽക്ക് ഫിഷ് കണ്ടിട്ട്. പിന്നെ ഈ കാണുന്നത് നെമ്മീനായിരുന്നു. നെമ്മീൻ കിങ് ഫിഷ് ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാറില്ല. കാര്യം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ കഴിക്കണം. അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാറില്ല. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, മത്തിയും അതും ഇതും എല്ലാം ഉണ്ട്. മത്തിക്കൊക്കെ മഞ്ഞിനാണ് വില. മഞ്ഞെന്ന് പറയുമ്പം 2.5 കിലോത്തോളം വരും. അത് ചിലപ്പോൾ ഒരു മഞ്ഞ് വാങ്ങിക്കും. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം ചെറിയ മത്തിയൊന്നും വാങ്ങിച്ചില്ല. നല്ല നെയ്യ് മത്തി ഉണ്ടായിരുന്നു. 1 കിലോയ്ക്ക് 10 ദിർഹംസ് ആയിരുന്നു. എങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വിളിക്കുമ്പോഴൊക്കെ, ആലപ്പുഴയിലുള്ള ഫ്രണ്ടാണ്, പുള്ളിക്കാരൻ എപ്പോഴും പറയും ഞങ്ങൾ നല്ല നെയ്യുള്ള മത്തിയാണ് ഇന്ന് വെച്ചത്, മത്തി പൊരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വല്ലാത്തൊരു എന്താ പറയുക, ക്രേവിങ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പോയി നോക്കിയപ്പോൾ നല്ല നെയ്മത്തി ഉണ്ടായിരുന്നു. നെയ്മത്തി 1 കിലോ വാങ്ങിച്ചു. പിന്നെ നമ്മളൊരു കാളാഞ്ചി വാങ്ങിച്ചു. കാളാഞ്ചി 2 ടൈപ്പിൽ കിട്ടും, കറുത്ത രീതിയിലുള്ളതും ഒരു മഞ്ഞ രീതിയിലുള്ളതും. പക്ഷെ നല്ല ടേസ്റ്റാണ്, രണ്ടും നല്ല ടേസ്റ്റാണ്. നല്ല നെയ്യൊക്കെയോടുകൂടിയുള്ളതാണ്. പിന്നെ ബെൽറ്റ് ഫിഷ്, തിലോപ്പിയ, പിന്നെ കരിമീൻ അതൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ ബെൽറ്റ് ഫിഷ് വാങ്ങിക്കാറുണ്ട്. ഈ പറഞ്ഞ സിലോപ്പിയയും കരിമീനൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല. പിന്നെ നമ്മൾ സ്ക്വിഡ് വാങ്ങിക്കാറുണ്ട്, അത് ചില സമയത്ത്. പിന്നെ നമ്മളെന്താ പറയുക, കാളാഞ്ചി വാങ്ങിക്കും. പിന്നെ അങ്ങനെയുള്ള ചില മീനുകൾ മാത്രമേ നമ്മൾ വാങ്ങിക്കാറുള്ളൂ പൊതുവേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മീൻ വാങ്ങിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കട്ടിങ് ഏരിയയിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുവാണ് ചെയ്യുന്നത്. ആ കാണുന്നതാണ് കട്ടിങ് ഏരിയ, സെപ്പറേറ്റ് സെക്ഷനാണ്. അപ്പോൾ കട്ടിങ് ഏരിയനെ കുറിച്ചിട്ട് ഞാൻ പിന്നീട് ഉള്ള വീഡിയോയിൽ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ പല ആൾക്കാരോട് നമ്മൾ വില ചോദിച്ചിട്ട് നമ്മൾ നോക്കും, എല്ലായിടത്തും നോക്കിയിട്ട് നമുക്ക് ആരാണോ നല്ല രീതിയിൽ തരുന്നത് അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുക. പിന്നെ ഞണ്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചേ വാങ്ങിക്കുള്ളൂ. നീല ഞണ്ടും മഞ്ഞ ഞണ്ടും ഉണ്ട്. അതിൽ മഞ്ഞ ഞണ്ടാണ് വാങ്ങിക്കുന്നത്. നീല ഞണ്ടിൽ അത് മെയിൽ ഞണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഫ്ലഷ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മളത് വാങ്ങിക്കാറില്ല. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മളിപ്പോൾ കാണിച്ചത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റാണ്. അപ്പോൾ ബാക്കി ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.